ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. ഇരുപത്തിയൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായ വിളംബരയാത്ര ടൂറിംഗ് ടാക്കീസ് GHSS മടപ്പള്ളിയിൽ ചലച്ചിത്ര പ്രദർശനം നടത്തി. പ്രശസ്ത ഗായകനും എഴുത്തുകാരനുമായ VT മുരളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പുതിയൊരു സംസ്കാരം, പുതിയൊരു അവബോധം ചലച്ചിത്രങ്ങളെ കുറിച്ചുള്ള ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനും പ്രഭാകരനും അപ്പുറത്തിരിക്കുന്ന സത്യനും ഒക്കെ ഹൈസ്കൂൾ 3D കാലത്തൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പുതിയ സിനിമകൾക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് പോകുമായിരുന്നു. അന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ വീട്ടിലൊക്കെ. അച്ഛനമ്മയൊന്നും പോയി സിനിമക്കൊന്നും പോകുന്നില്ല. അപ്പൊ ആ കാലഘട്ടത്തിലെ എൻ്റെ നവ സിനിമ എന്ന് പറയുന്നത് വളരെ ബാക്കിലെ സിനിമകളെല്ലാം സിനിമ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ വളർച്ചയെ പ്രതിനിധീകരിക്കുന്ന സിനിമകൾ വരുമ്പോൾ ഞങ്ങൾ ആ കാലത്തെ സിനിമകളൊക്കെ കണ്ടിരുന്നു. നേരെ മറിച്ച് അന്ന് വളരെ സൗകര്യങ്ങൾ കുറവാണ്. നിങ്ങൾ സ്കൂളിൽ നിന്ന് നേരിട്ട് വന്ന് സിനിമ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. അന്ന് ഏതൊരു സിനിമ ഒരു ഫിലിം സൊസൈറ്റിയിലെയോ അല്ലെങ്കിൽ നാമത്തിലോ ഞങ്ങൾ വലിയ പൈസ ടിക്കറ്റ് ഒക്കെ എടുത്ത് കാണേണ്ട സ്ഥിതിയാണ്. അന്നത്തെ വരുമാനവും വളരെ കുറവാണ്. അപ്പൊ ആ കാലഘട്ടത്തില് പുതിയ സിനിമകൾ വരുമ്പോൾ ആ പുതിയ സിനിമകൾക്കായിട്ട് എന്താണ് നമ്മുടെ സിനിമയുടെ വളർച്ച, ലോക സിനിമയുടെ വളർച്ച എന്താണെന്നതിനെ കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സിനിമ ഇപ്പോഴും വളരെ പിന്നിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ അതിന്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലോകത്തിൽ സിനിമ എത്രയോ വളർന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ പറ്റിയൊക്കെ നമ്മൾ പറയും. നമ്മുടെ മൊബൈലിന്റെ വളർച്ച, അല്ലെങ്കിൽ നമ്മൾ മറ്റ് സാങ്കേതികമായിട്ട് ഉപകരണങ്ങളുടെ വളർച്ച, നമ്മൾ വികസനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം പറയും. പക്ഷെ സിനിമയൊക്കെ എത്രത്തോളം വളർന്നു, സിനിമയുടെ ഫോർമാറ്റിൽ തന്നെ ഫിലിം മാറി, അങ്ങനെ പലതായി ഇപ്പൊ നമുക്ക് ഈ ഫോണിൽ വരെ സിനിമ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. യൂട്യൂബിൽ പോയാൽ നമുക്കൊരു ലോകത്തിലെ സിനിമ കാണാം അല്ലേ? പക്ഷെ ആ സിനിമയ്ക്ക് എന്തൊരു പ്രത്യേകത, പ്രശ്നം എന്താണ്? അതിലെല്ലാം സാങ്കേതിക മികവുകളോടുകൂടി നമുക്കത് കാണുവാൻ സാധ്യമല്ല. നാടകകൃത്തും ലേഖകനുമായ VK പ്രഭാകരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി അംഗവുമായ പ്രദീപ് ചൊക്ലി ആമുഖ പ്രഭാഷണം നടത്തി. സിനിമാ വണ്ടിയുടെ അണിയറ പ്രവർത്തകരായ സജിത്ത്, അരുൺ എന്നിവരെ സ്കൂൾ പ്രതിനിധികൾ ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് രമ്യ കരോടി, മജീദ് മാസ്റ്റർ, പ്രീതി M, അനിത VK, മനോജ് കൊളോറ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം അസർ ഫർഹാദിയുടെ എബൌട്ട് എലി എന്ന ഇറാനി ചിത്രം പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ലോകോത്തര സിനിമകൾ കാണാനുള്ള അസുലഭാവസരം ഒരുക്കിയ ചലച്ചിത്ര പ്രദർശനം നവ്യാനുഭവമായി. സ്റ്റാഫ് സെക്രട്ടറി പ്രീതി M നന്ദി പറഞ്ഞു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.